അയോഗ്യമായ സംഭാഷണം അയോഗ്യമായ ജീവിതത്തിൻ്റെ അടയാളമാകുന്നു. തരം താണ ഭാഷയിലോ അറുപ്പുളവാക്കുന്ന തരം ഭാഷയിലോ കളിവാക്കുകളിലോ ദ്വയാർത്ഥത്തോടു കൂടിയ സംസാരത്തിലോ ഒരു ഫലിതം കണ്ട് ചിരിക്കുവാൻ ഒരു വിശുദ്ധൻ ഒരിക്കലും സാധ്യമല്ല. അത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ജീവ് സന്ദേശത്തിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രാകൃതമായ ഒരു വസ്തുവിനെ ശ്രേഷ്ഠനായ ഒരു ശില്പി ഒരു മനോഹര രൂപമാക്കി മാറ്റുന്നത് പോലെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തുന്ന വിധങ്ങളാകുന്നു എഫേസ്യ ലേഖനത്തിൽ കൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ മനുഷ്യൻ്റെയും പുതിയ മനുഷ്യൻ്റെയും സ്വഭാവത്തിലുള്ള വ്യത്യാസമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ സഭയെ ഒരു പുതിയ മനുഷ്യൻ എന്നാണ് വിളിച്ചത്. ഇനിയും 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയെ ഒരു മണവാട്ടിയായി പറഞ്ഞിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ ഈ ഊന്നൽ ഭാവിയെ സംബന്ധിച്ചാണ്. സഭ ഒരു മണവാട്ടി ആയിരിക്കും. ഇന്ന് സഭ ഒരു മണവാട്ടിയല്ല. ലോകത്തിൽ നടക്കുന്ന ഒരു പുതിയ മനുഷ്യനാണ് ഇന്ന് സഭ. സഭ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെ അവനുമായി വിവാഹം കഴിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവിന് ശേഷം, സഭ എടുക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനോടൊപ്പം സഭ മണവാട്ടിയായിരിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും 9-ാം വാക്യവും നാം വായിക്കുമ്പോൾ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അന്ത്യബാധ 7 നിറഞ്ഞ് 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ഭാവി വധുവായി നാം നടക്കേണ്ടതുണ്ട്. ഇതത്രേ വിശുദ്ധ പൗലോസ് എഴുതിയത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി അവൾ ഒരുങ്ങുമ്പോൾ നേരത്തെ അവൾ സ്നേഹിച്ചിരുന്ന അവളുടെ ആ കാമുകനുണ്ടല്ലോ, അവനു വേണ്ടി അവൾക്ക് സമയമില്ല. അവൾക്ക് മറ്റാരിലും ഇനിയും താല്പര്യമില്ല. അതൊക്കെ പഴയ കഥകളാണ്. ക്രിസ്തുവിന് വേണ്ടി വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്ന നാം ലോകം പോകുന്നത് പോലെ പോകുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം നാം നമ്മെ ക്രിസ്തുവിന് ഏൽപ്പിപ്പാൻ പോകുകയാണ്. നിത്യത മുഴുവൻ നാം അവനോടൊപ്പം ജീവിക്കുവാൻ പോകുകയാണ്. അവൻ നമ്മുടെ കർത്താവും യജമാനനുമായിരിക്കും. അവനെ പ്രസാദിപ്പിക്കുന്നവരായി വേണം ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത്. നാം ഇന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരികയാണല്ലോ. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ആകയാൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗം ഇതിനു മുൻപ് പറഞ്ഞു വന്നതിനോട് ബന്ധപ്പെടുത്തുന്നതാണ്. അവിടെ ഒരു ക്രിസ്തു വിശ്വാസിയുടെ നടപ്പിനെ സംബന്ധിച്ചാണല്ലോ നാം ചിന്തിച്ചത്. അതിൻ്റെ തുടർച്ച ഇവിടെ നാം കാണുന്നു. ക്രിസ്തീയ പെരുമാറ്റത്തിലെ വിലക്കുകൾ ഇവിടെ തുടരുന്നതായി കാണാം. കറയും ചുളുക്കവുമില്ലാതെ ക്രിസ്തുവിന് സമർപ്പിക്കുവാൻ പോകുന്ന സഭയിൽ ഈ വിലക്കുകൾക്ക് വ്യക്തമായ ഭാവമുണ്ട്. ഇത്ര ഉന്നതമായ ഒരു ലക്ഷ്യം അത് തികച്ചും ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെ വരുമ്പോൾ പവിത്രമായ ഒരു പെരുമാറ്റത്തിനുള്ള ഒരു ഉത്തേജനമായി അത് തീരുന്നു.
ഈ പ്രചോദനം നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഈ പവിത്രമായ പെരുമാറ്റം ഇവിടെ ഇപ്പോൾ തന്നെ ഉണ്ടാകേണ്ടതാണ്. ഒരു ക്രിസ്തു വിശ്വാസി ദൈവത്തെ അനുകരിക്കുന്നവനായിരിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്, പ്രത്യേകിച്ചും ക്ഷമയുടെ കാര്യത്തിൽ. നേരത്തെ വളരെ താണ ഒരു നിലയിൽ നടന്നിരുന്ന ജാതികൾ ഇപ്പോൾ സ്നേഹമെന്ന ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണ്. അവരെ ഇപ്പോൾ പ്രിയ മക്കൾ എന്നാണ് വിളിക്കുന്നത്. അവരെ ഉയർത്തിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആ നില ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗത്തിലൂടെ പ്രദർശിപ്പിച്ച നിലയാണ്. ആ ഉയരമാണ് നമ്മുടെ വിളിക്ക് അനുസ്യൂതമായി ജീവിക്കുന്നതിനാലും അനുദിന ജീവിതത്തിൽ പിതാവിനെ വെളിപ്പെടുത്തുന്നതിനാലും നാം പ്രിയമക്കൾ എന്നെല്ലാവരും അറിയും. പിതാവായ ദൈവത്തോടുള്ള അടുത്ത ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. നാം വായിച്ചല്ലോ, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. ഇത് വ്യക്തമായും ക്രൂശിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നില്ലേ? ക്രിസ്തുവിൻ്റെ മരണം ഒരു കുറ്റവാളിയെ പരസ്യമായി തൂക്കിക്കൊല്ലുന്നതിൽ നിന്നും വളരെ കൂടിയ ഒന്നാകുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാട് ഹോമയാഗമായി തീർന്ന താമ്ര യാഗപീഠമാണ് കാൽവറി ക്രൂശ്. ആ യാഗം ലോകത്തിൻ്റെ മൊത്തം പാപത്തെ ചുമന്നൊഴിക്കുന്നു. ദൈവകൽപ്പനയാൽ പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെട്ട ഓരോ യാഗത്തോടും ഇത് ക്രിസ്തുവിനെ ഏകീഭവിപ്പിക്കുന്നു, താതാത്മ്യപ്പെടുത്തുന്നു. അവയെല്ലാം അവനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തുവിൻ്റെ പ്രാതിനിധ്യപരമായ ക്രൂശിലെ മരണത്തിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കണം ഒരു ക്രിസ്തു വിശ്വാസി സ്നേഹത്തിൻ്റെ ഇത്ര ഉയർന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരേണ്ടത്. ആ അറിവില്ലാതെ ക്രിസ്തുവിനോടുള്ള സ്നേഹം നിലനിൽക്കില്ല. എന്നാൽ ദുഃഖിതനായ ഒരു പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കുവാൻ ഒരു ദൈവപൈതലിന് സാധ്യമല്ല. കാരണം ആത്മാവിൻ്റെ ഫലം നമ്മിൽ ഉളവാക്കുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. ഇനി നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഒന്ന് നോക്കാം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും പേർ പറക പോലും അരുത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നുമരുത്, സ്തോത്രമത്രേ വേണ്ടത്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും മാതൃകയുടെ മുൻപിൽ നാം എത്ര വിശുദ്ധരായി ജീവിക്കണമെന്ന് ഈ 3-4 വാക്യങ്ങളിൽ പറയുന്നു. അവിശ്വാസികളിൽ സർവ്വസാധാരണയായിരിക്കുന്ന പാപത്തെയാണ് പൗലോസ് ഇവിടെ വിവരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വയത്യാഗത്തെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും അതിൻ്റെ ഘടകവിരുദ്ധമായ ഭോഗാസക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നു. പവിത്രമായ സ്നേഹത്തിൽ നിന്നും അതിൻ്റെ വൈകൃതമായ അല്ലെങ്കിൽ വഴിപിഴച്ച പോക്കായ കാമാന്തതയിലേക്ക് പൗലോസ് തിരിഞ്ഞ് സംസാരിക്കുന്നു. ദുർനടപ്പ്, അശുദ്ധി, ഈ 2 പദങ്ങൾക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളിൽ എല്ലാവിധ ലൈംഗിക പാപങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവനിയമിതമായ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിന് വെളിയിലുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും പാപമാണ്. ഇതേക്കുറിച്ച് പൗലോസിന് വളരെയേറെ പറയുവാനുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ അസാൻമാർഗികതയുടെ ഏറ്റവും താണ രൂപങ്ങളാണ്. അല്ല, അസാൻമാർഗികതയ്ക്ക് ഉയർന്ന രൂപങ്ങളൊന്നുമില്ലല്ലോ. പൗലോസ് പറയുന്നത് ഒരു ദൈവപൈതലിന് ഈ കാര്യങ്ങളിൽ ഇടപെടുവാൻ സാധ്യമല്ല എന്നത്രേ. ഇതിൽ തുടരുന്ന ഒരു വ്യക്തിയെ ദൈവപൈതൽ എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. ആ ആളിൻ്റെ രക്ഷയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിലുള്ള ഒരു ചെറിയ നിയന്ത്രണമില്ലായ്മ പോലും, അല്ലെങ്കിൽ ഈ പാപത്തെ ലാളിക്കുന്നതിനുള്ള ഒരു ചെറിയ പ്രവണത പോലും ഒരു ദൈവപൈതലിൻ്റെ ആത്മാവിൽ അതീവ വേദനയും ഞെട്ടിപ്പിന്മാറുന്ന അവസ്ഥയും ഉണ്ടാക്കും. ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ, അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന വീണ്ടും ഇവിടെ ഞാൻ ഉദ്ധരിക്കട്ടെ. പാപത്തിൽ വീഴുകയും അതിനാൽ മനസ്സിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ ഭാരമോ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു ദൈവ പൈതലായി തീർന്നിട്ടില്ല. താങ്കൾ സ്വർഗരാജ്യത്തിന് വെളിയിലാണ്.
അധികാരികളോടുള്ള ഭയം കൊണ്ട് ചില തെറ്റുകളെക്കുറിച്ച് ബുദ്ധിമുട്ടുന്നതല്ല. ആരും അറിഞ്ഞില്ല എങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത, ഒരുപക്ഷെ ഒരു നോട്ടം തെറ്റിയിരുന്നതിനാലാകും, ഒരു വാക്ക് പറഞ്ഞതിനാലാകും, ആരും കാണാത്ത ആ അശുദ്ധ ചിന്ത പോലും താങ്കളിൽ അസ്വസ്ഥതയുളവാക്കണം. വേറെ പരിഹാരമാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ താങ്കളുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടാകുന്ന പക്ഷം എഴുന്നേറ്റ് മുടിയൻ പുത്രനെ പോലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാവുന്നതാണ്. താങ്കൾ പിതാവിൻ്റെ മകനാണ്, മകളാണ്. മക്കൾക്ക് മാത്രമേ പിതാവിൻ്റെ വീട്ടിൽ പോകുവാൻ തോന്നൂ, പന്നികൾക്കത് തോന്നില്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പാപങ്ങളിൽ വെച്ച് തന്നെ നികൃഷ്ടമായവയാണ്. അത് ദൈവമില്ലാത്ത ഒരുവനെ കാണിക്കുന്നതാകുന്നു എന്ന് മറക്കരുത്. ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ചെന്ന് താങ്കളുടെ പ്രത്യേക പാപം പേര് പറഞ്ഞ് ക്ഷമയാചിക്കുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് താങ്കളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. പല പാപങ്ങളും സാരമില്ല എന്ന ചിന്തയിൽ ക്രിസ്തു വിശ്വാസികൾ തള്ളിക്കളയുന്നത് കാണാം. അസൂയ, ദൂഷണം, കോപം, കള്ളം പറയുക, അങ്ങനെ പലതും. അവ നമ്മിൽ വന്നു കഴിഞ്ഞാൽ അവയെ ദൈവത്തോട് ഏറ്റുപറയേണ്ടതുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം വേർതിരിക്കുന്ന സമയം ആത്മീക വർധനയ്ക്കായിട്ടാണ്. അപ്പോൾ സകല പാപങ്ങളും ഒന്നൊന്നായി ഏറ്റുപറയണം. അതിന് മടിച്ചാൽ ഏറ്റുപറയാത്തവയിൽ കൂടുതൽ വന്ന് തടഞ്ഞു നിൽക്കും. നമ്മുടെ സകല കാര്യങ്ങളും ദൈവത്തോട് പറയുവാനുള്ള സമയമാണ് നമ്മുടെ പ്രാർത്ഥനാ സമയം. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, നമ്മെ ശുദ്ധീകരിക്കും. പാപം ചെയ്യാതിരിക്കുന്നത് നിയമം വിലക്കുന്നതിനാലല്ല, ദൈവത്തോടുള്ള സ്നേഹം ഒന്നുകൊണ്ടാണ്. വിശുദ്ധ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പാപങ്ങളുടെ പട്ടിക നാം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദുർനടപ്പും യാതൊരശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. നാം വിശുദ്ധന്മാരാണ്, അതായത് നാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്. നമുക്ക് ചുറ്റുമുള്ള അന്ധകാര നിബിഡമായ ലോകത്തിനുള്ളവരല്ല നാം. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം. അന്ധകാര ലോകത്തിൻ്റേതായ പാപങ്ങളിൽ രസിക്കുന്നതൊരു വിശുദ്ധൻ്റെ അന്തസ്സിന് ഒരിക്കലും ചേരുന്നതല്ല. അതിൽ ചിലത് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കാലങ്ങളിൽ വളരെയേറെ പ്രചാരത്തിലിരുന്ന ലൈംഗിക പാപങ്ങൾക്കെതിരായി പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നും ഈ ലൈംഗിക പാപങ്ങൾ പ്രചാരത്തിലുണ്ടല്ലോ. ദുർനടപ്പിൻ്റെയും അശുദ്ധിയുടെയും കാര്യം പറഞ്ഞതിന് ശേഷം അത്യാഗ്രഹത്തിൻ്റെ കാര്യം പൗലോസ് സൂചിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോ. ദുർനടപ്പിന് തൊട്ടുപുറകെ അത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് അസ്ഥാനത്തായില്ലേ എന്ന് താങ്കൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ വീഴ്ച സംഭവിച്ച മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരേ അടിസ്ഥാന ബലഹീനത വ്യത്യസ്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അനിയന്ത്രിതമായ വിശപ്പ്, ആർത്തി, തൻ്റേതല്ലാത്തതെടുത്ത് തനിക്കുള്ള ആർത്തിയെ സംതൃപ്തിപ്പെടുത്തുവാൻ ദുർനടപ്പുകാരനും അത്യാഗ്രഹിയും ഓടി നടക്കുന്നു. ഇതിൻ്റെ പേർ പറക പോലും അരുത് എന്നാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അംഗീകാരം കൊടുക്കുന്ന വിധത്തിലോ ആഗ്രഹമുള്ളതുപോലോ അവയെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ് പൗലോസ് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ പാപങ്ങൾ സ്വാഭാവിക ആഗ്രഹങ്ങൾ മാത്രമാണെന്ന വിധത്തിൽ സംസാരിക്കുന്ന, ഇത് നൈസർഗികമായ ആവശ്യങ്ങളാണെന്ന വിധത്തിൽ സംസാരിക്കുന്ന, അതിന് അംഗീകാരം നൽകുന്ന ആളുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്ന പല ഗ്രൂപ്പുകളും ഇന്ന് പൊങ്ങി വരുന്നുണ്ട്. സൂക്ഷിക്കണം. തുടർന്ന് സംഭാഷണത്തിലെ വിശുദ്ധിയെക്കുറിച്ച് പൗലോസ് പറയുന്നു. 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്കുചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. ചീത്തത്തരം അല്ലെങ്കിൽ ആഭാസവാക്ക്, സദാചാരത്തിന് ചേരാത്ത വാക്ക്, കാമവികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വാക്ക്, നശിച്ച അവസ്ഥയുടെ ആഴത്തെ കാണിക്കുന്ന തരമുള്ള സംസാരം. ഇന്ന് നാം കേൾക്കുന്ന ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ അത്രേ ഈ പറഞ്ഞതൊക്കെ. പരസ്യമായി പാടുവാൻ ഇവ പാട്ടുകളാക്കുന്നത് പോലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ.
ഒരു വ്യക്തിയുടെ സംസാരം ശ്രദ്ധിച്ചാൽ ഇവ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ പറയുന്നു പൊട്ടച്ചൽ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതിൽ പൊങ്ങച്ചം പറയുന്ന പ്രവണതയാണ് ഈ പൊട്ടച്ചൽ. ഭോഷ്ക് കലർന്ന പാപകരമായ വാക്കുകൾ, മദ്യപന്മാരുടെ അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ പോലുള്ള സംസാരം, തങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് പറഞ്ഞു വലിയവരാകുവാൻ ശ്രമിക്കുന്ന ആ വ്യക്തികളെ കണ്ടിട്ടില്ലേ? അതത്രേ പൊട്ടച്ചൽ. പാപം ചെയ്യുന്നതിൽ ഞാൻ എന്ത് മിടുക്കനാണെന്ന് കാണിക്കുവാനുള്ള സംസാരം, മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതിലുള്ള മിടുക്ക്, ഒരർത്ഥവുമില്ലാത്ത ആർക്കും ഗുണം ചെയ്യാത്ത വിധത്തിലുള്ള സംസാരം. ഇതുപോലെ വാചകം അടിച്ചിരിക്കുന്നതിൽ ചിലർക്കുള്ള വിരുത് വളരെയാണ്. പ്രാർത്ഥിക്കാൻ സമയമില്ല, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വാചകമടിക്കാം. ഈ താണതരം ആർത്തിയുള്ള വ്യക്തികൾ വളരെ താണ നിലവാരത്തിലുള്ള സംസാരവും ഫലിതവും ഒരു സ്വഭാവമാക്കിയിരിക്കുകയാണ്. ലൈംഗിക പാപങ്ങൾ ചെയ്തിട്ടുള്ളവരും ചെയ്യുവാൻ തക്കം പാർത്ത് നടക്കുന്നവരും അതേക്കുറിച്ച് ഫലിതം പറയുന്നതിൽ സന്തോഷം കണ്ടെത്തും. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അളക്കുവാനുള്ള 2 അടയാളങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ അയാളെ ചിരിപ്പിക്കുന്നതെന്തെന്നും അയാളെ കരയിപ്പിക്കുന്നതെന്തെന്നും നോക്കിയാൽ മതിയാകും. അറപ്പുളവാക്കുന്ന തരം താണതരം ഭാഷയിലോ കളിവാക്കുകളിലോ ഒരു ഫലിതം കണ്ട് ചിരിക്കുവാൻ ഒരു വിശുദ്ധൻ ഒരിക്കലും സാധ്യമല്ല. അത് അവൻ്റെ ഹൃദയത്തെ വാസ്തവത്തിൽ വേദനിപ്പിക്കും. ഇനി കളിവാക്ക് എന്നതുകൊണ്ട് നല്ല ശുദ്ധമായ ഫലിതം എന്നല്ല ഉദ്ദേശിച്ചത്. യോഗ്യമായ സംഭാഷണത്തിൻ്റെ പരിധിക്കപ്പുറമുള്ളതെല്ലാം ഇവിടെ വിലക്കിയിരിക്കുകയാണ്. ചീത്ത പറയുന്നത് ചിലർക്കൊരു കളി പോലെയാണ്, ചീത്ത വാക്കുകൾ. അയോഗ്യമായ സംഭാഷണം അയോഗ്യമായ ജീവിതത്തിൻ്റെ തെളിവാണ്. നാം സംസാരിക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം. ഒരു ദൈവവൈതലിന് എന്തും ഏതും സംസാരിക്കാമെന്ന് കരുതരുത്. അങ്ങനെ സംസാരിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ സൂക്ഷിക്കണം സുഹൃത്തെ. നേരത്തെ പൗലോസ് പറഞ്ഞല്ലോ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. അരുതാത്ത കൂട്ടുകെട്ടുകളിൽ പോകാതിരിക്കാമെങ്കിൽ ഈ കാര്യത്തിൽ വളരെ വിജയിക്കും. പലരും നേരമ്പോക്കിനായി അവിടെയും ഇവിടെയൊക്കെ പോയിരിക്കും, അരുതാത്തവരുടെ കൂടെ ഇടപഴകും. ഇത് കൂടുതലും മറ്റു പണിയൊന്നുമില്ലാത്ത അവസരങ്ങളിലാണ് ഉണ്ടാകുന്നത്. ക്രിസ്തീയ സംഭാഷണത്തിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കണമെന്ന് പൗലോസ് പറയുകയാണ്. പൗലോസ് പറയുന്നു, സ്തോത്രമത്രേ വേണ്ടത്. നന്ദിയുള്ളൊരു ഹൃദയാവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാം ദൈവത്തിന് എപ്പോഴും നന്ദി കരയേറ്റുന്നവരായിരിക്കണം. ഈ സ്തോത്രം എന്ന വാക്കിന് നന്ദി എന്നാണ് വാസ്തവത്തിൽ അർത്ഥം. അനേകരും ഈ സ്തോത്രം എന്ന വിലമതിക്കാനാവാത്ത പദം വിലയില്ലാത്ത ഒന്നാക്കി എന്നത് പരിതാപകരമാണ്. നാം പറയുന്ന ഓരോ സ്തോത്രവും അർത്ഥവത്തായിരിക്കണം. സ്തോത്രം ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് നാവുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം പറയുക. എന്തെല്ലാം ഓർത്ത് നമുക്ക് നന്ദി കരയേറ്റാനുണ്ട്. 1000 സ്തോത്രം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിടുകയല്ല, ഓരോ സ്തോത്രവും അർത്ഥവത്തായി പറയുകയാണ് വേണ്ടത്. ഇതേതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനു വേണ്ടി മാത്രമുള്ളതല്ല. നമുക്കെല്ലാം സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം. ഇനിയും 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വീണ്ടും ജനനം പ്രാപിക്കാത്ത ഈ പറഞ്ഞ പാപങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന് ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്നത് വ്യക്തമാണ്. വിശ്വാസിയാകുന്നു എന്ന് ഭാവിക്കുന്ന ഒരു വ്യക്തി ഇവ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. ഈ പറഞ്ഞ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഞായറാഴ്ചത്തെ ആരാധനയിലെ സാക്ഷ്യം എന്തായിരുന്നാലും ശരി, അവൻ്റെ കുടുംബം ഏതായാലും ശരി, അവൻ സഭയിൽ എത്ര വലിയ സ്ഥാനം വഹിക്കുന്നവനായാലും ശരി, നഷ്ടപ്പെട്ട ഒരു ലോകത്തോട് അവൻ പറയുന്നത് അവൻ ഒരു ദൈവ പൈതലല്ല എന്നത്രേ. ഇവിടെ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഇന്ന് ദൈവത്തെക്കാൾ കൂടുതൽ
തങ്ങളുടെ ധനത്തെ സ്നേഹിക്കുന്ന അനേകരെ കാണാവുന്നതത്രേ. പണത്തോടുള്ള അമിത താല്പര്യം ദൈവത്തോടുള്ള ഭക്തിയെ കുറയ്ക്കും. ദൈവത്തെ വിളിക്കുന്നത് പോലും കൂടുതൽ പണമുണ്ടാകുവാൻ ആകും. ഇനി 6ഉം 7ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. ഈ പാപങ്ങളാൽ ദൈവകോപം വീണ്ടും ജന്മം പ്രാപിക്കാത്ത മനുഷ്യൻ്റെ മേൽ വരുന്നു എന്ന കാരണത്താൽ ദൈവത്തിൻ്റെ അപ്രീതിയും ശിക്ഷയും ഒരു ദൈവപൈതൽ പാപം ചെയ്താൽ ലഭിക്കും എന്നത് തീർച്ചയാണ്. അങ്ങനെ പാപത്തിൽ വീഴുന്ന ഒരു വ്യക്തി വാസ്തവത്തിൽ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ ദൈവം ആ വ്യക്തിയെ ശിക്ഷിക്കും. ദൈവം ദാവീദിനെ ശിക്ഷിച്ചു എന്നത് ഓർക്കുമല്ലോ. പാപം ചെയ്തിട്ട് ശിക്ഷ വാങ്ങാതെ താങ്കൾ രക്ഷപ്പെട്ടെങ്കിൽ താങ്കൾ ഒരു ദൈവപൈതൽ ആയിട്ടില്ല എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം താങ്കളെ ഇപ്പോൾ അല്ല ശിക്ഷിക്കുന്നത്, ലോകത്തോടൊപ്പമാകുന്നു താങ്കളെ ശിക്ഷ വിധിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഒരു ദൈവപൈതലായിരിക്കെ ഈ പറഞ്ഞ പാപം ചെയ്താൽ ദൈവം താങ്കളെ ആ അകത്തെ മുറിയിൽ കൊണ്ടുപോയി നല്ല അടിയടിക്കും. ദൈവം ശിക്ഷിക്കുന്നില്ല എങ്കിൽ വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലാകുന്നു താങ്കൾ. അതിൻ്റെ അർത്ഥം താങ്കൾ അവിടുത്തെ പൈതലായിട്ടില്ല എന്നത്രേ. കാരണം ദൈവം പിശാചിൻ്റെ മക്കളെ ശിക്ഷിക്കുന്നത് ഇവിടെയല്ല, ഇപ്പോഴല്ല. ഇനിയും 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. മാനസാന്തരത്തിന് മുമ്പുള്ള അവരുടെ അവസ്ഥ വിശ്വാസികളെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അവർ അന്ധകാരത്തിലായിരുന്നു എന്നല്ല, അവർ തന്നെ ഇരുളായിരുന്നു എന്നത്രേ പൗലോസ് പറയുന്നത്. വീണ്ടും ജനനം പ്രാപിക്കാത്ത വ്യക്തി ഇരുളിലാകുന്നു എന്ന വിധത്തിൽ നാം സംസാരിക്കാറുണ്ട്. എന്നാൽ അത് അതിലും ഭയങ്കരമാണ്. ഇരുളിലല്ല, അവർ ഇരുളാണ്. ചില ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ എത്രമാത്രം അന്ധകാരമാകുന്നു എന്ന് ചിന്തിച്ചു പോകാറില്ലേ? ഇവിടെ പറയുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന അവനെ പ്രതിഫലിപ്പിക്കുന്നവരാകണം നാം. വെളിച്ചത്തിൻ്റെ ഫലം പൗലോസ് ഇവിടെ പറയുന്നു. വെളിച്ചത്തെ എല്ലായ്പ്പോഴും അനുഗമിക്കുന്ന ആ പ്രത്യേകതകളെ പൗലോസ് രേഖപ്പെടുത്തുന്നു. അതെ, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ. ഒരു ക്രിസ്തുവിശ്വാസിയിൽ ഈ പറഞ്ഞ വിശേഷതകൾ ഉണ്ടോ എന്ന് അവൻ സ്വയം പരിശോധിക്കേണ്ടതത്രേ. അവൻ ദൈവഹിതത്തിലാണോ എന്ന് എപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ദൈവവചനത്തിൽ നിന്ന് തന്നെ അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നു. ദയയിൽ നടപ്പീൻ, നന്മയിൽ നടപ്പീൻ, നീതിയിലും സത്യത്തിലും നടപ്പീൻ. ആഴ്ചയിൽ ഒരു ദിവസത്തെ കാര്യമല്ല, 7 ദിവസത്തെയും കാര്യം അതുതന്നെ ആയിരിക്കണം. സൽഗുണവും നീതിയും സത്യവും നമ്മുടെ നടപ്പിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. കർത്താവിന് പ്രസാദമായത് എന്ത് എന്ന് നാം എപ്പോഴും പരിശോധിക്കണം. ഇനി 11 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. നാം ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളുമായി കൂട്ടുകൂടരുത്. ഭൗമിക ലോകത്തിൽ ഇരുളും വെളിച്ചവും തമ്മിൽ ചേർന്ന് പോകാത്തതുപോലെ ഒരു ദൈവപൈതലിന് ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് ചേർന്ന് പോകുക സാധ്യമല്ല. അവർ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെളിയിൽ പറയുവാൻ കൊള്ളാത്ത വിധമുള്ളതാണ്. നാം അവയെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്.
മറിച്ച് നാം അവയെ ശാസിക്കണം, അല്ലെങ്കിൽ അതിലെ തെറ്റ് അവരെ മനസ്സിലാക്കണം. ഇതുകൊണ്ടൊരു വിശ്വാസി നവീകരിക്കുന്നവനാകണമെന്നല്ല അർത്ഥം. പിന്നെയോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്താൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ അവൻ ശാസിക്കുന്നു. ഇരുള് മറച്ചു വെക്കുന്നത് വെളിച്ചം വെളിപ്പെടുത്തുന്നു. ഇരുളിനോട് പ്രസംഗിക്കുന്നതിനാൽ അല്ല അതിനെ ഓടിക്കുന്നത്, പിന്നെയോ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്താൽ ഇരുള് മറഞ്ഞു പോകുന്നു. തെറ്റുകളെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗിക്കുന്ന ദൈവമക്കളുണ്ട്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോട് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ തിരുത്തുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. പ്രിയ സുഹൃത്തെ, ഇരുളിനെ നേരിടേണ്ടത് അങ്ങനെയല്ല. നിങ്ങൾ വെളിച്ചമായിരിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യരോട് പ്രസംഗിക്കുവാൻ താങ്കൾക്ക് സാധിക്കില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന്, എന്താണ് ചെയ്യരുതാത്തതെന്ന് രക്ഷിക്കപ്പെടാത്തവരോട് പറയുവാൻ കഴിയില്ല. പറയാം, പക്ഷേ വിശേഷമൊന്നുമില്ല. ഏതെങ്കിലും പ്രത്യേക പാപത്തിനെതിരായി ഞാൻ പ്രസംഗിക്കണമെന്ന് ആളുകൾ നിരന്തരമായി എന്നോട് പറയാറുണ്ട്. എന്നാൽ എൻ്റെ ജോലി എന്തെന്നാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നതത്രേ. ദൈവം ശരിയെന്ന് പറയുന്നവ ചെയ്യുക. എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് ഒരു വ്യക്തിയോട് പ്രസംഗിക്കുന്നതിലൂടെ ആ വ്യക്തിയെ ക്രിസ്തുവിങ്കിലേക്ക് നേടുവാൻ താങ്കൾക്ക് സാധിക്കില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ സ്വഭാവം മാറ്റുവാൻ താങ്കൾ ശ്രമിക്കേണ്ടതില്ല. അവൻ്റെ സ്വഭാവം മാറ്റുവാൻ സാധ്യമല്ല. സ്വഭാവത്തിൽ വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി വീണ്ടും ജന്മം പ്രാപിക്കേണ്ടതുണ്ട്. അവൻ്റെ ചുറ്റും നടന്ന് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോരാ, താങ്കൾ ഒരു വെളിച്ചമാകണം. ഇനി നമുക്ക് 14-ാം വാക്യം കൂടി നോക്കാം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഇവിടെ ഇതാ ഒരു കൽപ്പന. മാനുഷികമായി പറഞ്ഞാൽ ഇതനുസരിക്കുവാൻ പ്രയാസമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മീക മരണത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്നത്? നമ്മെ ഉണർത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ആത്മീകമായ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലായി തീർന്നിരിക്കുന്ന വിശ്വാസികൾ ഉണർന്നെഴുന്നേൽക്കുവാനാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്ര മനോഹരമായ ദൈവികമായ ആലോചനകളില്ലേ? അനുസരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അശുദ്ധി എന്നുള്ളത് എത്ര അറപ്പുളവാക്കുന്ന കാര്യമാണ്. പുറമേയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നത് മൂലം യഥാർത്ഥ അശുദ്ധി നമ്മൾ കാണാതെ പോവുകയാണ്. എങ്ങനെയാണ് മനുഷ്യന് വിശുദ്ധനാകുവാൻ കഴിയുന്നത്? പ്രിയ മക്കളെ പോലെ ദൈവത്തെ അനുസരിച്ച് നമുക്ക് വിശുദ്ധരാകുവാൻ കഴിയും. കാരണം ദൈവം വിശുദ്ധനാകുന്നു. ഒരു മണവാട്ടിയെ അണിയിച്ചൊരുക്കുന്നത് പോലെ അവിടുന്ന് നമ്മെ രൂപപ്പെടുത്തും. ആ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.